ധാരണ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ പകലിൽ അതിർത്തി ഗ്രാമങ്ങളിൽ സ്ഥിതിഗതി ശാന്തം. ജമ്മു സാധാരണ നിലയിലേക്ക് മടങ്ങിവരുന്നു. പൂഞ്ച് അടക്കമുള്ള മേഖലകളിൽ പുതിയ പ്രകോപനങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം രാജസ്ഥാനിലും പഞ്ചാബിലും ജാഗ്രത തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി, അനിൽ വാസുദേവ്, വിനീത വി ജി, ശ്രീനാഥ് ചന്ദ്രൻ, അജീഷ് ജയകുമാർ എന്നിവർ തത്സമയങ്ങളുമായി. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, ജമ്മുവിൽ എന്താണ് അവസ്ഥ? ഇന്നലെ ഒരു ഘട്ടത്തിന് ശേഷം പിന്നീട് ശാന്തമാണ് എന്ന തരത്തിലേക്കാണ്. അവിടെ ജനങ്ങളിലൊക്കെ ഒരു ശാന്തത, അതൊക്കെ അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? അനുജ, ഞാനിപ്പോൾ ഉള്ളത് RS പുര സെക്ടറിലാണ്. RS പുരയിലെ അതിർത്തി മേഖലയിലാണ്. ഇവിടെയാണ് ഏറ്റവും അവസാനത്തെ, അതായത് ഇന്ത്യയുടെ അതിർത്തി അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അവിടെ ഒരു വേലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് ഇതൊരു ഏറ്റവും അതിർത്തി മേഖല, ഒരു സംഘർഷബാധിതമായി കഴിഞ്ഞ കുറേ നാളുകൾ കടന്നുപോയ ഒരു മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ അതിർത്തി മേഖലയോട് ചേർന്നുകൊണ്ട് നിരവധി പാടങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്ന ബസുമതി അരിയുടെയൊക്കെ നെൽകൃഷിയൊക്കെ നടക്കുന്ന ഒരിടമാണ്. രാവിലെ കുറേ കർഷകരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിൻ്റെ സൂചനകളാണ്. കാരണം RS പുരയിൽ ഇന്നലെ കാര്യമായൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. അവർ കൃഷി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരിപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അല്പം വെയിലാവുന്ന ഒരു സമയമാണ്. ഇവിടെ നേരത്തെ സൂര്യൻ എത്തുന്ന ഒരു പ്രദേശമായതുകൊണ്ട് അവർ ഒരു 9 മണിയാകുമ്പോഴേക്ക് കൃഷിപ്പണിയൊക്കെ കഴിഞ്ഞ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജമ്മുവിൽ ഇന്നലെ രാത്രി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിർത്തി മേഖലകളിൽ വെടിനിർത്തൽ ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെയുള്ള ഡ്രോൺ ആക്രമണം, ജമ്മു നഗരത്തിലേക്ക് വരെ ഡ്രോണുകൾ എത്തുകയും അതിനെ സൈന്യം വെടിവെച്ചിടുമ്പോൾ അത് തകർന്ന് വീടുകൾക്ക് മുകളിൽ വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല. ഇന്നലെ വൈകിട്ട് ജമ്മുക്കാരൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. ഒരു സീസ് ഫയർ, ഒരു വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും വന്നതോടെ. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടില്ല. 7 മണിയോടെയാണ് പിന്നീട് ജമ്മുവിലെ നാട്ടുകാരാണ് ആദ്യം ഈ അതിർത്തി മേഖലകളിൽ വെടിവെപ്പ് നടക്കുന്ന കാര്യം നമ്മളെയൊക്കെ അറിയിക്കുന്നത്. അവരുടെ ബന്ധുക്കളും മറ്റുമൊക്കെ അതിർത്തി മേഖലയിലുണ്ട്. അവരാണ് ഈ തരത്തിലുള്ള വെടിവെപ്പിന്റെ വിവരങ്ങൾ ആദ്യം പങ്കുവയ്ക്കുന്നത്. പിന്നീട് നമുക്കറിയാം, ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചു. പക്ഷേ ഈ അതിർത്തിയിൽ നിന്നുള്ള വെടിവെപ്പിനെ ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തിയത് അതും പരാജയപ്പെടുത്തി. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. മാത്രമല്ല രാത്രി പിന്നീട് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട ഒരു പൊതു സ്വഭാവം, രാത്രി തുടക്കത്തിൽ കുറച്ച് വെടിവെപ്പും ഡ്രോൺ ആക്രമണമൊക്കെ നടക്കുന്നു. പിന്നീട് കുറച്ചു നേരം ശാന്തത. പിന്നീട് രാവിലെ ഒരു 3 മണിക്ക് ശേഷമാണ് ഈ ജമ്മു അടക്കമുള്ള മേഖലകളിലൊക്കെ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നലെ രാത്രി മുഴുവൻ തന്നെ ജാഗ്രതയോടെ നഗരം ഇരുന്നു. കാരണം ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള തയ്യാറെടുപ്പുകൾ, മുൻകരുതലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജാഗ്രതയോടെ ഇരുന്നെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. അതുകൊണ്ട് സീസ് ഫയറിന് ശേഷം, ഒരു വെടിനിർത്തലിന് ശേഷം ഉണ്ടായ ചെറിയ ചില പ്രശ്നങ്ങൾ എന്ന തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. അത് തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരവാദികൾക്കെതിരെ ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കുപ്വാര അടക്കമുള്ള ജില്ലകളിൽ ഭീകരർക്കായി ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു. പുൽവാമയിലെ ഭീകരരെ, അതായത് അതിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ നമുക്ക് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവരടക്കം ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല നുഴഞ്ഞുകയറ്റം, ഈ സംഘർഷ സമയത്ത് നുഴഞ്ഞുകയറ്റത്തിലുള്ള ശ്രമം വ്യാപകമായി നടന്നത് നമുക്ക് തെളിവ് സഹിതം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ ഭീകരരെ കൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അനുജ, ശരി. ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.